എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായും ഡിന്നറായും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. നല്ല ചിക്കൻ കറി, മട്ടൻ കറി, ബീഫ് കറി അങ്ങനെയുള്ള കറിൻ്റെ കൂടിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് നല്ലൊരു കമീറ ബ്രെഡ് റെഡിയാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ബ്രെഡിന് വേണ്ടിയിട്ടുള്ള മാവൊന്ന് കുഴച്ച് പൊങ്ങാനായിട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് 3 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിന്. 250 ml കപ്പിന് 3 കപ്പ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിന്. പിന്നെ 1/2 കപ്പ് മിൽക്ക് പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ബ്ലാക്ക് എള്ള്, 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ ഷുഗറും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. എള്ളിൻ്റെ കൂടെ വേണമെങ്കിൽ ചെറിയ ജീരകം വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം 1 കപ്പ് ചെറു ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക, പിന്നീട് വേണമെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. 1 കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ചെറു ചൂടുള്ള പാലോ അല്ലെങ്കിൽ ചെറു ചൂടുള്ള വെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടുണ്ട്. വീണ്ടും 1/2 കപ്പ് ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഇതാ കുറച്ചായിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എത്രയായി എന്ന് ലാസ്റ്റ് പറയാം. ഓരോ പൊടിക്കും പാലിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഴച്ച് വരുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിലാവും. അന്നേരം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണോ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിതാ ആദ്യം 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ട് കുഴച്ചതിന് ശേഷം വീണ്ടും 1 ടേബിൾ സ്പൂണോളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുക്കണം. എന്നാലാണ് നല്ല ബ്രെഡ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ആക്കിയതിന് ശേഷം നമുക്കിത് കവർ ചെയ്തിട്ട് പൊങ്ങി ഡബിൾ സൈസായി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ 1/2 കപ്പ് പാലിൽ നിന്നും ഇതാ ഒരു 1/4 കപ്പ് പാല് ബാക്കിയുണ്ട്. അപ്പോൾ 1/4 കപ്പ് പാലാണ് എനിക്ക് വേണ്ടി വന്നതിന് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതാ ഇതുപോലെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി പൊങ്ങി ഡബിൾ സൈസായി വരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് പൊങ്ങി വരും. തണുപ്പൊക്കെ ആണെങ്കിൽ 2-2.5 മണിക്കൂറൊക്കെ ആവും ഇത് പൊങ്ങി കിട്ടാൻ. അപ്പോൾ ഇതാ നമ്മൾ ഈ മാവ് കുഴച്ച് വെച്ചിട്ട് 1.5 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലതുപോലെ പൊങ്ങിയിട്ടില്ല. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം തണുപ്പുണ്ട്. ഒരു 2.5 മണിക്കൂറെങ്കിലും വെക്കണം നല്ലതുപോലെ പൊങ്ങി കിട്ടാൻ. പക്ഷേ എങ്കിൽ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് ചെറുതായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പുമ്മൽ അല്പം മൈദ തൂക്കിയിട്ട് അതിലേക്ക് ഇത് വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് 4 പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഉരുളകളാക്കിയിട്ട് പരത്താൻ എളുപ്പത്തിന് എത്ര പീസാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ആക്കിയെടുത്താൽ മതി. ഞാനൊരു 4 പീസാണ് ആക്കിയെടുക്കുന്നത്. ഇതുപോലെ 4 പീസാക്കിയതിന് ശേഷം ഇതിൽ നിന്ന് ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഉരുളകളാക്കി മാറ്റാം. അതിൻ്റെ ഇടയ്ക്ക് മോള് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് മാവിന് ചോദിച്ചിട്ട്. അവൾക്ക് ഇതുപോലെ മാവ് ഞാൻ പരത്തുന്ന കാണുമ്പോൾ അവൾക്കും പരത്തണം. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു പീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു പീസ് ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഉരുട്ടിയെടുക്കുക. നാല് പീസും ഇതുപോലെ ഉരുട്ടി പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ആദ്യം ഉരുട്ടി വെച്ചത് എടുത്തിട്ട് പരത്തിയെടുക്കാം. ബാക്കിയുള്ളത് അടച്ച് മാറ്റി വെക്കുക, അല്ലെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആയി പോവും. ഇനി ഇതിൽ കുറച്ച് മൈദ തൂക്കിയതിന് ശേഷം നന്നായിട്ട് പരത്തി കൊടുക്കുക. ഒരുപാട് കനം കുറച്ച് പരത്തണ്ട, ചെറിയൊരു തിക്നെസ്സിലാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. അങ്ങനെ ഇതാ മാവ് ഈ ഒരു തിക്നെസ്സിൽ ഒരു 2 ചപ്പാത്തിയില അട്ടിക്ക് വെച്ച എത്ര തിക്നെസ് ഉണ്ടാവും ആ ഒരു തിക്നെസ്സിൽ പരത്തിയെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലത്തെ ബിസ്ക്കറ്റ് കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കുപ്പിൻ്റെ മൂടിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഈ ബാക്കി വരുന്ന മാവുണ്ടല്ലോ കളയണ്ട, ഉരുട്ടി വെച്ചിട്ട് വീണ്ടും നമുക്കത് പരത്തിയെടുക്കാം. അങ്ങനെ എല്ലാം പരത്തി ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാനൊരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമൊന്നുമില്ല, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുകൾ ഭാഗം കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവും. പറ്റുമെങ്കിൽ മാത്രം ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ചെണ്ണത്തിൻ്റെ മുകളിൽ ഞാൻ മുട്ട സ്പ്രെഡാക്കി കൊടുക്കുന്നുള്ളൂ.
അപ്പോൾ ഇതാ ഇതുപോലെ മുട്ട സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും കുറച്ച് ബ്ലാക്ക് എള്ള് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമില്ല കേട്ടോ, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ എള്ളിട്ടതിന് ശേഷം ഒന്ന് കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. അല്ലെങ്കിൽ എണ്ണയിൽ ഇട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു എള്ള് പുറത്തേക്ക് പോവും, എണ്ണയിലേക്ക് ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ആ മാവിൽ തന്നെ ഒട്ടി നിന്നോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ആദ്യം പരത്തി കട്ട് ചെയ്തത് തന്നെ ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഒരു ചീനച്ചട്ടിയിൽ അല്പം ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. ചൂടായിനോ നോക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു കഷ്ണം മാവ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ബ്രെഡ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ല ചൂടിലായിരിക്കണം, എന്നാൽ മാത്രമേ പെട്ടെന്ന് പൊങ്ങി വരികയുള്ളൂ. അപ്പോൾ ഇതാ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് മുകളിലേക്ക് പൊങ്ങി വരുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അന്നേരം നല്ല ബോൾ പോലെ പൊങ്ങി വരും. കണ്ട ഈ ഒരു രീതിയിൽ നന്നായിട്ട് പൊങ്ങി വരും. പിന്നെ തീ അല്പം കുറച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. പിന്നെ മുകളിൽ മുട്ട സ്പ്രെഡാക്കിയത് കൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. അപ്പോൾ ഇതാ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ സെയിം രീതിയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ എല്ലാവരും ഈ ഒരു ബ്രെഡ് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും അതുപോലെ ഗസ്റ്റെല്ലാം വരുമ്പോൾ നമുക്ക് നല്ല കറീൻ്റെ കൂടെ ഉണ്ടാക്കി കൊടുക്കാനെല്ലാം പറ്റിയ നല്ലൊരു അടിപൊളി ബ്രെഡാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഇതാ മുഴുവനും ഫ്രൈ ആക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഇത് നമ്മൾ മുട്ട മുകളിൽ സ്പ്രെഡാക്കി എള്ളിട്ടത്, ഇത് മുട്ട സ്പ്രെഡാക്കാണ്ട് എള്ളിടാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏതുപോലെയാണോ ഇഷ്ടം അതുപോലെ ഉണ്ടാക്കുക. ഇതാ ഉള്ളെല്ലാം കണ്ട നല്ല അടിപൊളിയാണ്, അടിപൊളി ബ്രെഡാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.